ഇന്ന് നമ്മൾ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഹാൻഡ് റെയിൽ അടിക്കാനുള്ള പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന ഏരിയ ഉണ്ട്, ഇവിടെയാണ് നമുക്ക് ഹാൻഡ് റെയിൽ അടിക്കേണ്ടത്. ബാൽക്കണിക്ക് ഹാൻഡ് റെയിൽ. അപ്പോൾ ചെലവ് കുറഞ്ഞ രീതിയിൽ പൈപ്പും കൊണ്ടുള്ള പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. വളരെ ചിലവ് കുറഞ്ഞ സിമ്പിളായിട്ട്. കാരണം ഇപ്പം ഹാൻഡ് റെയിലൊന്നുമില്ലാണ്ട് വീടിന് നമ്പർ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പം അതിന് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ അടിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്രാവശ്യം നമ്മൾ സ്ക്വയർ പൈപ്പിനാണ് അടിക്കുന്നത്. സ്ക്വയർ പൈപ്പിന് അടിക്കുന്നത് പിന്നെ ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ അടിച്ചിട്ട് റെഡിയാക്കിയിട്ട് കൊണ്ടുവരാനുള്ള പ്ലാനാണ്. കാരണം അധികം ലെങ്ത് ഒന്നുമില്ല. കാരണം ആ ഒരു 3-3.25 മീറ്ററോളേ ഉള്ളൂ. ആ ഒരു ലെങ്തിൽ അവിടെ തന്നെ അടിച്ച് റെഡിയാക്കിയിട്ട് കൊണ്ടുപോയി പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്യുക മാത്രമേ ചെയ്യേണ്ടത്. അപ്പം സിമ്പിളായിട്ട് ഇവിടുന്ന് അടിച്ചിട്ട് പോവുകയാണെങ്കിൽ അവിടെ ടൈലെല്ലാം ചെയ്താണ്. അവിടെ നിന്ന് അധികം കച്ചറയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷോപ്പിൽ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ സ്പീഡിൽ തന്നെ, കാരണം വലിയ കച്ചറയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അടിപൊളിയായിട്ട് പടപട സ്പീഡിൽ അളവെല്ലാം റെഡിയാക്കുന്നു. ഏകദേശം നമ്മൾ 3 ഇഞ്ചുള്ള വരുന്ന രീതിയിലാണ് പൈപ്പ് അടിച്ച് ഗ്യാപ്പ് സെറ്റ് ചെയ്യുന്നത്. അത് റെഡിയാക്കിയിട്ട് ഫിറ്റാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വെൽഡിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, പെയിൻറ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളുടെ പണി അടുത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ് ആണ്. സെറ്റിങ്ങിനുള്ള പരിപാടി നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൈറ്റിൽ നല്ലതെല്ലാം ടൈലൊട്ടിച്ചാണ്, അതുകൊണ്ട് കോർബറ്റ് ഇട്ട് തുളയ്ക്കുന്നു. കാരണം സാധാരണ ചെയ്യുന്നതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലം ടൈല് തുളച്ചിട്ട് താഴോട്ട് ബേസ് ഇട്ടിട്ടോ അങ്ങനെ സെറ്റ് ചെയ്യുന്ന മോഡലല്ലേ. അതിൽ നിന്നൊരു വ്യത്യാസം, അടിയിൽ കൂടി ഒരു പൈപ്പ് കൊടുത്തിട്ട്, അതായത് പഴയ മോഡൽ തന്നെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്, വളരെ സിമ്പിളായിട്ട്. ഇപ്പം ഫ്രണ്ട് സൈഡ് മാത്രമേ നമ്മൾ ഡ്രില്ല് ചെയ്യുന്നുള്ളൂ. സൈഡിൽ ഗ്ലാസ് ഇടാനുള്ള പ്ലാനാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മുടെ വർക്ക് പടപട സ്പീഡ് പരിപാടിയാണ്. അപ്പോൾ നമ്മൾ സെറ്റിങ് ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞും ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് നമ്മൾ ഇപ്രാവശ്യം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ബാൽക്കണി കാണാൻ അത്യാവശ്യം മോശമില്ല. ഗ്ലാസ്സൊക്കെ ഇടുമ്പോൾ നല്ല ചിലവ് വരും. പിന്നെ ഇതുപോലെയുള്ള ബാൽക്കണിയിലെല്ലാം അധികം ഉപയോഗമൊന്നുമില്ല. ചിലവരൊക്കെ കയറിയിരിക്കും, എന്നാലും വലിയ യൂസേജ് ഒന്നുമില്ല. അപ്പം കുറേ കോസ്റ്റ് മുടക്കി ചെയ്ത് വെക്കുന്നതിലും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ വീടിന് നമ്പറൊക്കെ കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. ചെയ്യാണ്ട് ഇപ്പം പഴയ പോലെ നമ്പറൊന്നും കിട്ടില്ല. സ്റ്റെയർ കേസിന് ഹാൻഡ് റെയിൽ, ഇതുപോലെയുള്ള ഓപ്പൺ ഏരിയയിൽ ഹാൻഡ് റെയിൽ കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്നാൽ മാത്രമേ നമ്പർ കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും എല്ലാവരും. കാരണം ലോണിന് കാര്യങ്ങളെല്ലാം എടുത്തിട്ടൊക്കെ വീട് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ലാസ്റ്റ് പൈസ കിട്ടണമെങ്കിൽ വീടിന് നമ്പർ കിട്ടണം. അപ്പോൾ നമ്പർ കിട്ടണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തൊപ്പിക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത്. ആകെ നമ്മൾ താഴോട്ട് 2 സൈഡിൽ ഭിത്തിയിൽ പൊളിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ ഫില്ലറും മറ്റേ സൈഡിൽ ഭിത്തിയും. പിന്നെ താഴോട്ട് 3 കാലേ ഇതിന് കൊടുത്തിട്ടുള്ളൂ. ആകെ ടൈല് മൊത്തം തുളച്ച്, എല്ലാവരും പറയുന്ന പ്രശ്നം താഴെ തുടച്ച് വൃത്തികേടാക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 2x2 ടോപ്പ് റെയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2x2 പൈപ്പ്. അപ്പോൾ ഇത് വുഡിൻ്റെ ഡിസൈൻ അടിച്ചു കഴിഞ്ഞാൽ, പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ വുഡാണെന്ന് തോന്നും. മരത്തിൻ്റെ ഡിസൈൻ വരച്ച് വെക്കുന്നു. അപ്പം പിന്നെ ചിലവർ ഇവിടെ വുഡ് വെക്കാൻ വേണ്ടിയിട്ട് പട്ട വെച്ചിട്ട് വെക്കലുണ്ട്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഏരിയ അല്ലേ. അപ്പം കാറ്റടിച്ച് നനയാനുള്ള സാധ്യത കൂടുമ്പോൾ വുഡ് വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് കളർ വാങ്ങും. അതിൽ നല്ലത് പൈപ്പ് വെച്ചിട്ട് പെയിൻ്റ് അടിക്കുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ളത് മുക്കാൽ പൈപ്പാണ് കുത്തിയിരിക്കുന്നത്. ബാക്കി ഫുൾ പൈപ്പ് മുക്കാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 3 ഇഞ്ച് ഗ്യാപ്പ് ഉള്ളിൽ വരുന്ന രീതിയിൽ, കാണുമ്പോൾ വലിയ വൃത്തികേടില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് ആകെ വന്നിരിക്കുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 9,000 രൂപ അടുപ്പിച്ചുള്ളൊരു ചിലവാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഇനി പെയിൻറ്റിങ് കാര്യങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. കാരണം വുഡൊന്നും അല്ലാത്തതുകൊണ്ട് ബാക്കി പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വീട്ടിൽ നമ്മളൊരു മെറ്റൽ സ്റ്റെയറും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ അടിച്ചതാണ്. ഇപ്പം ടോപ്പിൽ ഹാൻഡ് റെയിൽ ടൈല് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ ഹാൻഡ് റെയിൽ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. ബാക്കി സംഭവം നേരത്തെ നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ, പിന്നെ ഹാൻഡ് റെയിൽ ചെയ്യുന്നതിൻ്റെ, ഹാൻഡ് റെയിലല്ല മെറ്റൽ സ്റ്റെയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാക്കിയെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോകൾ, പുതിയ അപ്ഡേറ്റുകളും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇനിയും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി വർക്കിൻ്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന റൂഫിങ്ങിൻ്റെ വർക്കുകളും ആണ്. പിന്നെ ഇന്ത്യയിലായിട്ടുള്ള ബിൽഡിംഗ് സംബന്ധമായ വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കുറേ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.